നമസ്കാരം, അമൃതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്കൾക്കാൻഡിയുടെ ഡൈം ട്രൂ വയർലെസ് ഇയർബഡ്സിൻ്റെ ഒന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അത് ഈ ഒരു അൺബോക്സിങ് കഴിഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത്തരത്തിലുള്ള ഇയർബഡ്സിന് എന്തൊക്കെ പണികൾ കിട്ടാം. എനിക്ക് ഈ അടുത്ത് വാങ്ങിച്ച ഈ ഒരു ബ്ലോപ്പുന്തിൻ്റെ ഇയർബഡ്സിൽ ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു, ഈ ഒരു മോഡൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് കാണാം. അപ്പോൾ ഇതിൽ സാധാരണ കിട്ടാൻ സാധ്യതയുള്ള ഒരു പണി എനിക്കും കിട്ടി. അപ്പോൾ അത് എന്താണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും അതെങ്ങനെ അതിനെ ഓവർകം ചെയ്തു, എങ്ങനെ അത് റിസോൾവ് ചെയ്തു എന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് ഒരു കണ്ടൻറ്റായിട്ട് ഷെയർ ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു കണ്ടൻറ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതുമായിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റിയിൽ സ്കൾക്കാൻഡിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിന് കൂടുതൽ പ്ലേ ബാക്ക് ടൈം ഉണ്ട്. അതായത് 26 hours ഓഫ് പ്ലേ ബാക്ക് ടൈം ഇതിനകത്തുണ്ട്. മീൻസ് അതിൻ്റെ ഈ ഒരു ചാർജിങ് കേസും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ സ്കൾക്കാൻഡി ആ കാര്യത്തിൽ കുറച്ച് പിന്നിലാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഓൾഡ് മോഡലാണ്. അവർക്ക് സി ടൈപ്പ് ചാർജിങ് ഓപ്ഷനും ഇല്ല. ഇതിൽ വന്നിട്ട് സി ടൈപ്പ് ചാർജിങ് ഓപ്ഷനുണ്ട്, പക്ഷേ ഇതിൽ വന്നിട്ട് മൈക്രോ USB ആണ്. അപ്പോൾ അതൊരു പോരായ്മയാണ്. പിന്നെ ഓഫ് കോഴ്സ് ബാറ്ററിയുടെ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോഴും ഡൈം വളരെ പുവറാണ്. പക്ഷേ ഡൈമിന് പ്രാക്ടിക്കലി വേറെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പണിയായിട്ട് കുറച്ച് ബന്ധമുള്ള കാര്യമാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ കാട്ടെന്ന് പറഞ്ഞിട്ടൊരു സൊല്യൂഷൻ ഒരു ലോജിസ്റ്റിക്സിലൂടെയാണ് ഇതെനിക്ക് ഇവർ അയച്ചു തന്നത്. അപ്പോൾ ഈ കാട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇത്തരത്തിലുള്ള ഈ കാർട്ട് പോലുള്ള സിസ്റ്റംസിന് ഇന്ത്യയിൽ നല്ല സ്കോപ്പുണ്ട്. കാരണം നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ പർച്ചേസുകളൊക്കെ നമ്മൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം എല്ലാ ബ്രാൻഡുകൾക്കും അവരുടേതായിട്ടുള്ള ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ടഡ് ആയിട്ട്, ഇപ്പോൾ ഞാനത് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വേണ്ട ഒരു 250 rupees ഡിസ്കൗണ്ടായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. അതേസമയം നമ്മളിതിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 300 രൂപ എനിക്ക് കൂടുതൽ പേ ചെയ്യണം. ഫ്ലിപ്കാർട്ടിലും സെയിം പ്രൈസ് തന്നെയായിരുന്നു. അതേസമയം ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 300 rupeesൻ്റെ ഒരു ഡിസ്കൗണ്ട് കിട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ പാർസൽ ചാർജസ് ഒന്നും അവർ എടുത്തിട്ടുമില്ല, ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് ലാഭമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരുന്നാലും നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിന് ഒരു ഓൺലൈൻ ഒരു വെബ്സൈറ്റും കൂടെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനെയും നമ്മുടെ വെബ്സൈറ്റിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ലോജിസ്റ്റിക് സപ്ലൈയുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ കാർട്ട് പോലുള്ള സിസ്റ്റംസിൻ്റെ സപ്പോർട്ടും എടുക്കാൻ പറ്റും. അതെനിക്ക് വളരെ ഒരു കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഭാവിയിൽ ഇന്ത്യയിൽ നടക്കേണ്ട ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകളായിരുന്നാലും നമ്മുടെ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് മാത്രമല്ല എന്ത് തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ ഈ ഡേ ടു ഡേ ആവശ്യങ്ങൾക്കുള്ള കൊച്ചു സാധനങ്ങൾ, സോപ്പ്, അങ്ങനെ ചീപ്പ്, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരുന്നാലും നമുക്കൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊരു യൂട്യൂബ് ചാനലിലൂടെ അഡ്വർടൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ഇ-കോമേഴ്സ് സ്റ്റോറും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇ-കോമേഴ്സ് സ്റ്റോറിലൂടെ സാധനങ്ങൾ സപ്ലൈ ചെയിനായിട്ട് അല്ലെങ്കിൽ ലോജിസ്റ്റിക് സപ്പോർട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ചിന്തിച്ചപ്പോൾ. കാരണം നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കൊണ്ടുപോയി സെല്ല് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള സപ്പോർട്ട് സൊല്യൂഷൻസിനെ കൂടെ എടുത്തുകൊണ്ട് നമുക്കിത് പല സ്ഥലങ്ങളിൽ എത്തിക്കാനും പറ്റും. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവർ തന്നെ പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കവർ കുറച്ച് മോശമാണ്, പക്ഷെ കവർ എനിക്ക് തോന്നുന്നു 1 year വാറൻറ്റി. ഇപ്പോൾ ഞാനവരുടെ സൗണ്ട് ക്വാളിറ്റിയിൽ ഞാനൊരു സ്കൾക്കാൻഡിയുടെ ജിബ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ഫോൺ വാങ്ങിച്ചായിരുന്നു. അത് നമ്മുടെ നെക്ക് ബാൻഡ് ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തത് കാണാം, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 7499 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദീപാവലി ഓഫർ ആയതുകൊണ്ട് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഈ സെയിൽസ് എൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവരുടെ ഒരു സൗണ്ട് ക്വാളിറ്റി ശരിക്കും അതിൽ ഫാൻ ആയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ മറ്റേ നമ്മുടെ ബ്ലോപ്പുന്തിൽ കിട്ടിയ പണി കൊണ്ട് അതൊക്കെ ഞാൻ വിശദമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മിനി ആൻഡ് മൈറ്റി. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. എന്തായാലും ഇത് അധികം ആരും അൺബോക്സ് ചെയ്ത ലക്ഷണമൊന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഈ അൺബോക്സിങ് തന്നെ ശരിക്കും ഒരു ആർട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോക്സ് അഴിച്ചെടുത്തു, ഓപ്പൺ ചെയ്തു. ഇനി നമുക്കത് ഹുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു ഹാൻഡിലാണ് അതിനകത്ത് സ്ട്രക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് അങ്ങനെ വലിച്ചിഞ്ഞെടുക്കാം. യെസ്, ഞാൻ ബ്ലൂ കളറാണ് ചൂസ് ചെയ്തത്.
ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വൈഫിന് റെഡ് കളറാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തെടുക്കാൻ ഇത്രയേ ഉള്ളൂ. വളരെ കുഞ്ഞാണിത് സാധനം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് തിന്നാണ്, ബട്ട് കുറച്ചും കൂടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ചെയ്തെടുത്ത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വന്നിട്ട് ബട്ടണാണ്. ഇതിനാണ് എനിക്ക് ചെറിയൊരു നിരാശ ഉള്ളത്. കാരണം ഈ റബ്ബർ ബട്ടൺ ചിലപ്പോൾ ഇളകിയൊക്കെ പോകുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഒരു സ്കള്ള് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിന് പിന്നെ കുറച്ച് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് റബ്ബറുമാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. യെസ്, സാധനം നല്ല ക്യൂട്ടായിട്ടുണ്ട്. സ്കൾകാൻഡിയുടെ ലോഗോ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പോയിൻറ്റ്സ് കവർ ചെയ്തൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. ചാർജിങ് പോയിൻറ്റ്സ്. എനിക്കൊന്ന് ബാറ്ററി ലൂസാവാതിരിക്കാനായിരിക്കാം. അതൊക്കെ വളരെ ഇന്നോവേറ്റീവാണ്. കാരണം ചാർജിങ് പോയിൻറ്റ്സുമായിട്ട് കണക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ചാർജ് അങ്ങ് ലൂസായി പോകും. ഇവരുടെ പെയറിംഗ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ബുക്സൊക്കെ തുറന്ന് വെച്ചിരിക്കുക. മൈക്രോ USB, അതുപോലെ ചെറിയൊരു ടാഗുണ്ട്. ഈ ടാഗ് ഇതിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ കാതിൽ നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതുപോലെ കറക്റ്റ് ഫിറ്റായിട്ട് ചെവിയിലിരിക്കും. സൗണ്ട് ക്വാളിറ്റി കണക്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല കേൾക്കാൻ നല്ല രസമാണ്. ഭയങ്കര സൗണ്ട് ക്വാളിറ്റി. ഞാൻ ജസ്റ്റ് ഒന്ന് പാട്ട് പ്ലേ ചെയ്ത് നോക്കട്ടെ. ആമസോൺ പ്രൈമിൽ ഈ റീസെൻ്റായിട്ട് കേട്ട നല്ല കുറച്ച് മോസ്റ്റ് പ്ലേഡ് ഇൻ്റർനാഷണൽ, അതിനകത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മ്യൂസിക് ഉള്ള നല്ല പാട്ടുകളുണ്ട്. നമുക്കൊരു ഹെഡ്സെറ്റൊക്കെ നന്നായിട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സോങ്സ്, അതായത് ഒരു നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സ്റ്റീരിയോയുടെ എഫക്റ്റ് കിട്ടും. പക്ഷേ ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റ്സിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൾകാൻഡി എന്നല്ല, കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റ്സിലെല്ലാം നമുക്ക് ആ മ്യൂസിക്കൽ സെപ്പറേഷൻ, ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രുമെൻ്റ് ആ ഒരു സെപ്പറേഷൻ നമുക്ക് നല്ല സെപ്പറേറ്റഡ് ആയിട്ട് കേൾക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ അത്ര സൗണ്ട് എനിക്ക് ഓളിയും അത്രത്തോളം തോന്നുന്നില്ല. പക്ഷെ എങ്കിലും നല്ല ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഒരു സിഗ്നേച്ചർ സൗണ്ട് തന്നെയാണ് അവരുടേത്. ഓളിയും നമ്മുടെ ബ്ലോപ്പുന്തിൻ്റെ അത്ര ഒരു ഓളിയും എനിക്ക് തോന്നുന്നില്ല. അതൊരു പക്ഷേ ബ്ലോപ്പുന്ത് നല്ല ഇന്നർ ഇയറിൽ കയറിയിരിക്കും. ഇത് അത്രത്തോളം കയറിയിരിക്കുന്നില്ല. ഇതിലൊരു ലെഗും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇളകി വീഴത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നല്ല ഫിറ്റാണ്, പെർഫെക്റ്റ് ഫിറ്റാണ്. നമുക്ക് എത്രയൊക്കെ കുനിഞ്ഞാലും ഇളകി വീഴത്തില്ല. അതിലങ്ങനെ സ്നാക്ക് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇളകി വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഫിക്സ് ആയിട്ട് ഇത് ഇരിക്കുന്നുണ്ട് ചെവിയിൽ. ഇത് കോളിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് കേൾക്കാമോ? നല്ല ക്വാളിറ്റി ഉണ്ടോ? സൗണ്ട് ക്വാളിറ്റിയൊക്കെ കൊള്ളാമെന്നാണ് കേട്ട ആൾ പറയുന്നത്. എന്തായാലും നമുക്ക് ഇതൊരു 6 months യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ബോക്സിൽ ഒക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടെ മറ്റേതിനേക്കാളും ബ്ലോപ്പുന്തിനേക്കാളും കുറച്ചും കൂടെ അട്രാക്റ്റഡ് ആയിട്ട് വീഴുന്നുണ്ട് ഈ സോക്കറ്റ്സിൽ. പിന്നെ ഇത് നമ്മളിങ്ങനെ അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് സൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ലിക്ക് സൗണ്ട് ഇതുപോലെ കേട്ടാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് തുറക്കാനും ഒത്തിരി ടഫാണ്. ഇങ്ങനൊരു അടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലൂടെ വെള്ളം കയറാം, പക്ഷേ എങ്കിലും ഇതുവഴിയൊക്കെ നല്ല സ്പിൽ പ്രൂഫാണ്. ഇത് ഇങ്ങനെ പുറത്തിങ്ങനെ വെള്ളം ഒന്ന് സ്പ്ലാഷ് ചെയ്തെന്ന് വെച്ചിട്ട് വെള്ളമൊന്നും അകത്ത് കയറത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹുക്ക് ഇതുപോലെ നമുക്ക് ടാഗ് ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീയിലൊക്കെ കൊരുത്തിടാം. അപ്പോൾ നമ്മൾ യാത്രക്കിടയിലൊക്കെ ഇതൊരു കമ്പാനിയനായിട്ട് നമുക്ക് ടാഗ് ചെയ്തിട്ടേക്കാം. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അഡ്വാൻറ്റേജും ഞാൻ നേരത്തെ വാങ്ങിച്ചതിലുള്ള ഡിസഡ്വാൻറ്റേജുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ട്രൈബർ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഇപ്പോൾ ഈ ഡൈമിൻ്റെ സൗണ്ട് ക്വാളിറ്റി കുറച്ച് പോറെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആമസോൺ ആപ്പിൽ നിന്നാണ് പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ ബ്ലോപ്പുന്തിൻ്റെ ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ആപ്ലിക്കേഷനിൽ തന്നെ വോളിയം കൂട്ടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ തന്നെ കൂടും. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ ആപ്ലിക്കേഷനിൽ ഫുള്ളായി കഴിഞ്ഞാൽ ഇതിലൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ തന്നെ കൂട്ടണം. റൈറ്റ് സൈഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുന്നുണ്ട്. അത് ഞാൻ അത്രത്തോളം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് നല്ല സൗണ്ടുണ്ട്. അത്യാവശ്യം നല്ല ബാസും എല്ലാം കൂടെ ഞാൻ പറഞ്ഞ കണക്ക് ആ ഒരു മ്യൂസിക്കൽ സെപ്പറേഷൻ, ആ ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെയും സെപ്പറേഷൻ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ വേർത്തായിട്ടുള്ളൊരു വളരെ ഹൈ ക്വാളിറ്റി, ആ സ്കൾകാൻഡിയുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്, നല്ല വോളിയും ഉണ്ട്.
ബൈ.